അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കാവാലത്തുള്ള രാജപുരം ഷാപ്പിൽ പോയിട്ട് ഫുഡടി. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേയോടനുബന്ധിച്ച് അവൻ കുറച്ച് പൈസയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ രാജപുരം ഷാപ്പിൽ പോയിട്ട് ഫുഡ് അടിക്കുകയാണ്. അപ്പം എല്ലാവർക്കും മിനി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവലത്തുള്ള രാജപുരം ഷാപ്പിൽ പോയി ഫുഡടിക്കുകയാണ്. നമ്മുടെ ഗൂഗിൾ ജെയുടെ ബർത്ത്ഡേ ആണിന്ന്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ഗൂഗിൾ. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ബർത്ത്ഡേ മെയ്യിലായിരുന്നു. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂണിലുമാണ്. എല്ലാം ലാഗാണ്. അപ്പം ബിലേറ്റഡ് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ വിഷസ് ഗൂഗിൾ. അപ്പം നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ ജൂണാണ്. ജൂണിൽ നല്ല മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഏതാ കണ്ടം ഏതാ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ആനവണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പം ആനവണ്ടിയെ ഫ്രണ്ടിൽ പോയതിൻ്റെ ഒരു ധൈര്യം വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കുതിക്കുന്നത്. അപ്പം റോഡ് ഏതാ വെള്ളം ഏതാ എന്നുള്ള തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ രാജപുരം ഷാപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജൂണിൽ ഈ ഒരു സമയത്ത് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെല്ലാം ഒത്തു കിട്ടിയത് ഈ ഒരു സമയത്താണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പോകുന്നത്. പിന്നെ നമുക്കറിയത്തില്ലായിരുന്നു ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന്. നമ്മൾ ഷാപ്പുകാരെ വിളിച്ചു ചോദിച്ചപ്പം അവർ പറഞ്ഞു കുഴപ്പമില്ല പോരെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോളിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മെയിൻലി നിങ്ങൾക്കിപ്പം ഈ കാവലത്തുള്ള ഈ ഒരു ഷാപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഷാപ്പുകാരെ കോൺടാക്ട് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവരെ വിളിച്ച് ചോദിക്കുക. അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കയറുന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അവിടെ എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ള കാര്യം വിളിച്ച് ചോദിച്ചിട്ട് മാത്രം പോവുക. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങളവിടെ ആദ്യം വണ്ടി കൊണ്ടുവന്നപ്പോൾ ആദ്യത്തെ കാഴ്ച ഇങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ അവിടെ വെച്ച് തന്നെ തിരിച്ചു പോകണോ വേണ്ടതെന്നൊക്കെയുള്ളൊരു ചിന്തയിൽ വന്നു. പിന്നെ അവിടെ ഇട്ട് വണ്ടി തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ തന്നെ വെച്ച് പിടിച്ചു. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ജിഷിം ബ്രോ ഇറങ്ങി ആ വെള്ളത്തിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് നോക്കി. അങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ രാജപുരം ഷാപ്പിൽ തന്നെ ലക്ഷ്യസ്ഥാനം വെച്ച് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ രാജപുരം ഷാപ്പിലോട്ട് പോവുകയാണ്. ഓക്കെ. പിന്നെ അവരെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേനും സാധാരണഗതിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് പാടത്തോടെ നടന്ന് ഷാപ്പിലോട്ട് പോകുന്നതാണ്. അല്ലെങ്കിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോട്ടയിൽ അവർ നമ്മുടെ ഷാപ്പിലോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്ന് വിളിച്ച് ചോദിക്കുക വർക്കിംഗ് ടൈം എന്താണെന്നൊക്കെ. വർക്കിംഗ് ടൈമിൽ ചിലപ്പം മാറ്റം വരാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ചിലപ്പോൾ നേരത്തെ അടയ്ക്കാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അവരെ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം പോവുക. ഇത് ഒരു ഓൾഡ് ഫുട്ടേജാണ്. നമ്മുടെ ബീറ്റ് കുട്ടനെയും കൊണ്ട് നേരത്തെ ഒരു വട്ടം ഇവിടെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ടൈമാണ് ഇവിടെ. അടിപൊളി ഫുഡാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ പോകാമെന്ന് വെച്ചത്. അപ്പം കണ്ടില്ലേ, ഒരു കൾഡീസാക്കാണ്, ഒരു വഴി എൻഡ് ചെയ്യുന്ന പോർഷനാണ് കണ്ടോ. അവിടെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെറിയ കാറ് തിരിച്ചൊക്കെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ വരെ കൊണ്ടുവരേണ്ടതാണ് എൻ്റെ ഒരു സജഷൻ. കാരണം അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കയറി വരുന്നിടത്ത് തന്നെ വണ്ടി നിർത്തുക. എന്നിട്ട് അവിടെ ഇട്ട് തന്നെ നിങ്ങൾക്ക് തിരിക്കാൻ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു നമ്മുടെ ബീറ്റ് വെച്ചൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ റീലൊക്കെ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലായിരുന്നു. ഓക്കെ. അപ്പം വണ്ടി തിരിച്ചെടുക്കണേ ഇങ്ങനെ തിരിച്ചെടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. ഉണ്ടോ അങ്ങ് ദൂരെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ആ ബ്രിഡ്ജ് കാണാം. ഇത് ഒരു ഓൾഡ് ഫുട്ടേജാണ്. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയല്ല. ഇപ്പോൾ അത് ഓൾഡ് ഫുട്ടേജാണ്. ഓൾഡ് ഫുട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടോ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് ഹൗസ് ബോട്ടിലിരുന്ന് കഴിക്കാം. വേണമെങ്കിൽ അവരൊരു ഹൗസ് ബോട്ട് സവാരിയൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ രാജപുരം ഷാപ്പ് വിത്തൗട്ട് ഫ്ലഡ്. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് ചേട്ടൻ ഒന്ന് കറക്കി കാണിച്ചായിരുന്നു. അവിടെ ഒന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഒന്ന് കറക്കി കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ കറക്കി കാണിച്ചു. ഇതാണ് കണ്ടോ. സാധാരണ നമ്മൾ ആ വഴി കണ്ടോ, ആ വെള്ളം കാണുന്ന സ്ഥലത്തൂടെയൊക്കെയാണ് നടന്ന് അങ്ങോട്ട് പോകാമായിരുന്നു. ഇപ്പം നമുക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. പാടം മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ് കണ്ടോ. ആ വഴി എൻഡ് ചെയ്യുന്ന പോർഷനാണ് ആ കാണുന്നത്. ആ വഴീൻ്റെ ബോർഡൊക്കെ കണ്ടോ, മണ്ണിളകിയപ്പോഴത്തേനും ആ ബോർഡ് മറിഞ്ഞ് വെള്ളത്തിൽ പോയി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ എന്നിരുന്നാലും ഇതിലൊന്നും നമ്മൾ തളരില്ല.
ഫിഷ് ഫ്രൈ എടുത്തു എന്ന് പറയും, മറ്റേ റിയസ്കാൻ പറഞ്ഞ പോലെ. ഇതിൽ ഞാൻ തളരില്ല അമ്മായി ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞ പോലെ. അപ്പം നമ്മൾ നേരെ നമ്മുടെ ബോട്ട് ചേട്ടൻ നമ്മുടെ ഷാപ്പിലോട്ട് കൊണ്ടുപോയി. അപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരനായ ഗൂഗിൾ ജെ ഓഫർ ചെയ്ത ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. കള്ളും പിന്നെ ബീഫ് ഫ്രൈ ആണ്, ബീഫ് ഫ്രൈ, പിന്നെ നാടൻ കോഴിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞണ്ട്, കപ്പ, പിന്നെ ഒരു മുയലിറച്ചിയും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും ഇപ്പോൾ വരും. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അടിപൊളി ഫുഡാണ്. പരിശോധിച്ചാൽ മതി, യൂട്യൂബ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് നിരവധി ഈ ഷാപ്പിലെ വീഡിയോസ് കിട്ടും. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്ത സ്ഥലമാണ്. ഫുഡ് മോശമല്ല, നല്ല ഫുഡ് തന്നെയാണ്. നല്ല ഫുഡെന്നല്ല, നല്ല അടിപൊളി ഫുഡാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇപ്പം നടക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കഴിച്ച് ഒന്ന് വയറ് പൊട്ടണ വരെ കഴിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മതി. പിന്നെ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, 4 പേർക്കുള്ള ഫുഡാണിത്. പിന്നെ കുറച്ച് വീട്ടിലേക്കും പാഴ്സലൊക്കെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ കൂട്ടുകാരന് നന്ദി പറയുന്നു. അപ്പം ഫോട്ടോയൊക്കെ എടുത്തു, നമ്മുടെ കൂട്ടുകാർ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മറ്റൊരു ഫോണിൽ ഫോട്ടോ എടുത്തു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വെടുപ്പാക്കി. ഓക്കെ, അതിന് മുന്നേ നമ്മൾ പോകുന്നതിന് മുന്നേ ഇതിൽ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മൾ അന്ന് വന്ന വഴി എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ല, ഇതുവഴി ഇങ്ങനെ താഴെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ കയറി തിങ്ങൻതോപ്പിൽ കൂടെ ഇങ്ങനെ പോയാൽ മതി. ഇതാണ് മഴയില്ലാത്ത, ഫ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പോയി വരാനുള്ള വഴി ഇതാണ്. കണ്ടോ, ഇങ്ങനെയാണ് ആ സ്ഥലം കിടക്കുന്നത്. നമ്മൾ ആ ബോട്ടായി പോയ സ്ഥലമാണ് കേട്ടോ. ഇടത്തെ സൈഡിൽ കാണുന്നത് നമ്മുടെ ഷാപ്പ് ഇങ്ങനെയായിരുന്നു കിടക്കുന്നത്. പിന്നെ ഈ ഷാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ടും വന്ന് കഴിക്കാം, അല്ലാതെ കൂട്ടുകാർ ഫ്രണ്ട്സൊക്കെ ആയിട്ടും വന്ന് കഴിക്കാം, ഒരു പ്രശ്നമില്ല. നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ അറിയാമല്ലോ, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നാച്ചുറൽ ബ്യൂട്ടിയാണ്, ഒന്നും പറയാനില്ല. കുട്ടനാടൻ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആംബിയൻസ് ഉണ്ട്, അത് ഈ ഒരു പ്ലേസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ബോട്ട് ചേട്ടൻ വഴിയിലാക്കിയിട്ട് റോഡിലാക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പം ബോട്ട് ചേട്ടൻ പോകുന്നതിലൂടെ നമ്മളും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. ബോട്ട് ചേട്ടൻ.